സ്തോത്രം. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ 2025 ഇനി ഏതാണ്ട് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. പക്ഷെ നിങ്ങളൊരുത്ത് ദൈവാത്മാവിൻ്റെ ഒരു കാര്യം ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ സ്തോത്രം ഏലിയാവിനെ കേരിയത്തോട്ടിൽ പോയി ഇരിക്കാൻ പറയുന്നുണ്ടോ? അത് കാക്കയുടെ അപ്പത്തിന് വേണ്ടിയാണ് ഏലിയാവ് ഇരുന്നെന്നുള്ള കാര്യം. പക്ഷെ എനിക്ക് മനസ്സിലായി, ദൈവത്തോട് സംസാരിക്കണമെങ്കിൽ ഒരു ഏകാന്തത വേണം. പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടണമെങ്കിൽ സ്തോത്രം നമ്മുടെ മുമ്പിലുള്ള കഷ്ടതകളെ നമ്മൾ മറക്കണം. നമ്മുടെ മുമ്പിൽ നേരെ വരുന്ന പ്രശ്നങ്ങൾ, പ്രതികൂല്യങ്ങൾ ഒക്കെ യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ മറന്നു കഴിഞ്ഞാൽ സ്വർഗത്തിലെ ദൈവം സ്തോത്രം നമ്മളെക്കുറിച്ച് വലിയ പദ്ധതികളെ ചെയ്ത് പുറത്തു കൊണ്ടുവരും. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. പത്രോസ് സ്തോത്രം കാരാഗ്രഹത്തിനകത്ത് കിടപ്പുണ്ട്. പക്ഷെ ജനം അല്ലെങ്കിൽ സഭ ഒരുമിച്ച് പ്രാർത്ഥിച്ചു എന്നൊക്കെ പറയുന്നുവെങ്കിലും നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം, ആ ദൂതൻ പത്രോസിനെ തട്ടിയിട്ട് പറയണം, എന്നെ ഫോളോ ചെയ്യും, എൻ്റെ പുറകിലേക്ക് വാ. 2025 ഇതിൽ കേൾക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന 25 നീ പരിശുദ്ധാത്മാവിൻ്റെ വാക്ക് കേട്ട് അവൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുക. പാസ്റ്റേഴ്സിൻ്റെ വാക്കുകൾ, പാസ്റ്റേഴ്സിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സഭാ വിഷയങ്ങൾ, സഭാ പ്രശ്നത്തിനകത്ത് നീ കുടുങ്ങിപ്പോകരുത്. പ്ലീസ്, നീ കുടുങ്ങരുത്. സാത്താൻ വളരെ തന്ത്രപരമായിട്ട് ഇന്ന് വചനം വെച്ച് തന്നെയാണ് ഓരോരുത്തരെയും തെറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. അവരിങ്ങനെ പ്രസംഗിച്ചു, അതിൻ്റെ ഫുള്ള് ഒരു മെസ്സേജ് കേൾക്കുകയോ ഫുള്ളായിട്ട് എടുക്കുന്നില്ല, പക്ഷെ അതിൻ്റെ പകുതി മാത്രം എടുത്തേച്ച് ജനത്തിനെ ക്രോഡിച്ച് എടുത്ത് ഹൃദയത്തിനകത്ത് കയറ്റി സംശയം ഉളവാക്കിയാണ്. നീ പരിശുദ്ധാത്മാവുള്ള വ്യക്തിയാണെങ്കിൽ ഒരിക്കലും ഒരു സംശയം ഉണ്ടാകത്തില്ല. ചിന്തിച്ചു നോക്കിയാൽ മതി. നിങ്ങൾ ബൈബിൾ വായിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഏലിയാവ് അഗാബിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തൻ്റെ ഹൃദയത്തോട് സ്തോത്രം യഹോവായ ദൈവം പറഞ്ഞത്, നീ കേരിയത്തോട്ടിൽ പോയി ഇരിക്കേ. ആ പ്രതിസന്ധിയുടെ മുമ്പിലും ആ വിഷയത്തിൻ്റെ മുമ്പിലൊന്നും സ്തോത്രം പതറാതെ ഏലിയാവ് ആമേൻ സ്തോത്രം ആ വാക്ക് കേൾക്കുന്നുണ്ട്. അതൊരു സംശയമായിട്ട് എടുത്തില്ല. കാരണം ഏലിയാവ് ദൈവശബ്ദം കേൾക്കുന്ന മനുഷ്യൻ. 2025 നീ കേൾക്കേണ്ടതും അത് തന്നെയാണ്. ഈ കേൾക്കുന്ന ഒരു പാസ്റ്റേഴ്സിൻ്റെ വാക്കോ വിശ്വാസികളുടെ വാക്കോ അല്ല, അവരെ തെറ്റിച്ച് പറയണതല്ല. യുദ്ധം വലുതാണ് 2025. അതുകൊണ്ട് സ്തോത്രം പ്രാർത്ഥന നിനക്ക് ധാരാളമായി വേണം. വചനധ്യാനം നിനക്ക് ധാരാളമായി വേണം. കാരണം യേശുവിനെ പ്രസംഗിക്കുക എന്നാണ് പൗലോസിന് കിട്ടിയ ഏറ്റവും വലിയ ദൗത്യം. അഗ്രപ്പ് രാജാവ് പറയുന്ന അല്പം കൊണ്ടും നീ എന്നെ ക്രിസ്ത്യാനിയാക്കാൻ നോക്കുന്ന, പൗലോസ് പറഞ്ഞ അല്ലല്ലല്ല, ഈ ചങ്ങല ഒഴികെ ബാക്കി എല്ലാവരും എന്നെപ്പോലെ ആകണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോൾ 2025 നീ യേശുവിനെ പ്രസംഗിക്കുക. അല്ലാതെ കാറ് കിട്ടി, ചുവന്ന വീട് കാണുന്ന, പച്ച പെയിൻ്റ് അടിച്ച നോ. യേശുവിനെ നീ പ്രസംഗിച്ചാൽ നടക്കേണ്ട വിടുതൽ നടക്കും. യേശുവിനെ നീ പ്രസംഗിച്ചാൽ സ്തോത്രം മാനസാന്തരപ്പെടേണ്ടവർ മാനസാന്തരപ്പെട്ടിരിക്കും. നമ്മൾ ജനത്തെ പോഷിപ്പിച്ച് പറയേണ്ട കാര്യമില്ല. ഉണ്ടോ? നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി. 2025 കയറുന്നതിന് മുമ്പ് നമുക്ക്, അതായത് നിങ്ങൾക്ക് ഒരു കേരിയത്തോടുണ്ട്. അവിടെ ചെന്നിരിക്കെ ദൈവശബ്ദം കേൾക്ക്. അതല്ലേ സ്തോത്രം സാറാഫ് വിധവ ചെന്ന് പറയ് എന്ന് പറഞ്ഞപ്പോൾ ഏലിയാവ് അങ്ങോട്ടൊന്നും ചോദിച്ചില്ല. അവർ വിധവയല്ലേ ഒന്നും ചോദിച്ചില്ല. കാരണം പറഞ്ഞു വിടുന്നത് ദൈവം. യഹോവായ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ അങ്ങയുടെ ഹൃദയം ഒരുക്കി കൊടുത്തങ്ങേര്. അങ്ങേർക്ക് അടുത്ത സ്തോത്രം ഒരു ആളെ ആവശ്യമാണെന്ന് ദൈവം കണ്ടിട്ടാണ് പറഞ്ഞത്, നീ എവിടെ പോകണം? എലീശ എടുക്കുക ചെല്ല്. അവിടെ ഒന്നും ഒരു സങ്കടവും ഇല്ല, ഒരു പ്രശ്നവുമില്ല. കാരണം ദൈവശബ്ദം കേൾക്കുന്ന നിന്നെ തോൽപ്പിക്കാൻ ഒരു സാത്താനും പറ്റത്തില്ല. ഇപ്പോഴത്തെ കാലഘട്ടങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിക്കേ. നീ 2025 പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേട്ട് പരിശുദ്ധാത്മാവിൻ്റെ കൂടെ നിനക്ക് നടക്കാൻ പറ്റിയ വലിയ കാര്യങ്ങൾ ദൈവം നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും. നീ അപ്പോസ്തല പ്രവൃത്തി വായിച്ചു നോക്കുക. പത്രോസിനെ തട്ടിയിട്ട് പറഞ്ഞ് എണീക്കേ. സ്തോത്രം. ആരുമില്ല ആ കാരാഗ്രഹത്തിനകത്തെ, ആ ജയിലിനകത്ത് ഒരു വിശ്വാസികളില്ല, ഒരു കൂട്ടുകാരന്മാരില്ല. ഉണ്ടാ? ആരെങ്കിലും ഉണ്ടോ അവിടെ? ഇല്ല. പത്രോസ് സുഖം ഉറക്കം. പക്ഷെ ദൂതൻ തട്ടി, എണീറ്റൻ്റെ പിന്നാലെ വാ. നീ എഴുതി വെച്ചോ, 2025 നീ പരിശുദ്ധാത്മാവിനെ ഫോളോ ചെയ്ത് ഇറങ്ങുക.
ഭയങ്കരമായിട്ട് ദൈവം നിന്നെ ഉപയോഗിക്കും. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഓക്കെ, ആരെയും വേദനിപ്പിക്കാനോ ദുഃഖിപ്പിക്കാനോ സങ്കടപ്പെടാനൊന്നുമല്ല ഈ സംസാരിച്ചത്. നീ ശ്രദ്ധിക്ക്, നിന്റെ ആത്മീയ ജീവിതത്തിനകത്ത് നീ പുറകിലോട്ടാണോ മുമ്പിലോട്ടാണോ? ആമേൻ. സ്തോത്രം. ഇസ്രായേൽ ജനം പേടിച്ചുപോയി. ഫിലിസ്ത്യരുടെ ഇടയിൽ ഒളിച്ചിരുന്ന ഒരു ഗോലിയാത്ത്, എത്ര പൊക്കവും സൈസും, അങ്ങേര് ഫിലിസ്ത്യരുടെ ഇടയിൽ ഒളിച്ചിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ആ എണീറ്റു വന്ന ഗോലിയാത്രയെ അഭിഷേകമുള്ളവനെ ജയിക്കാൻ പറ്റൂ. അതാണ് ദാവീദ് ജയിച്ചത്. ദാവീദിനെതിരെ ഒരുപാട് വാക്ക് വന്നു. ദാവീദ് ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, യഹോവയായ ദൈവത്തിൻ്റെ സൈന്യത്തെ. കണ്ട, പല വാക്കുകളും പലവരും നിന്നെ നോക്കി സംസാരിക്കും. നീ ചെന്ന് പ്രാർത്ഥിക്ക്. വചനങ്ങളാൽ നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.